Just introduce yourself. My name is Ankaya. Okay. I'm from Andhra Pradesh. Okay. I did my post graduation. Present I'm doing job. Okay. Great. Yeah. Actually, my name is Susaid. I'm from Kerala. Currently, I'm studying to 12th standard. I'm a developer. I'm working to freelance for this. Another side, I'm a YouTuber. Currently, I'm passing to 100k subscribers. Hello. ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നായിട്ട് ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആപ്പിൻ്റെ പ്രൊമോഷൻ എന്നല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരാളായിട്ട് നമ്മൾ കണക്റ്റ് ആവും. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണക്റ്റ് ആവുന്ന പോലെ US ആളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് കണക്റ്റ് ആവട്ടെ, 2 പേരെ ഒരുമിച്ച് കണക്റ്റ് ആവുന്നത്. ഈ 2 പേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റും ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സംഭവം അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ അതിലെന്താ വെച്ചാൽ, നമുക്ക് സാധാരണ ഇപ്പോൾ കളയുമല്ലോ, അതേപോലെ ഈ ആപ്പിലൂടെ നമുക്ക് കളയാണ്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് എന്താ വെച്ചാൽ, തീരെ ഇംഗ്ലീഷൊന്നും അറിയാത്തവർക്ക് അടിപൊളിയായിട്ട് എന്ത് പൊട്ടത്തരം വിളിച്ചറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ എന്നല്ല, നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോയിൽ മെയിൻലി നമുക്ക് അതൊരു പറയുന്നുണ്ടാവും കേട്ടോ. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ആപ്പിൻ്റെ പേരാണ് ഓപ്പൺ ടാക്സ് എന്നുള്ളത് കേട്ടോ. ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയാണ്. ഏതൊരു കറക്റ്റ് പേര് എനിക്കറിയില്ല, കുറച്ച് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓപ്പൺ ടാക്സ് എന്നാണ് പേര്. പ്ലേ സ്റ്റോറിലൊക്കെ അടിച്ചാൽ കിട്ടും. എന്നിട്ട് ആ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരാൾക്ക് കണക്റ്റ് ആവും. എന്നിട്ട് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് നമുക്ക് എൻ്റെ ഇംഗ്ലീഷ് കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാനോ. അപ്പോൾ ഞാൻ കുറച്ച് ഈ ആപ്പ് നല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ ഒരു 2-3 ഒരു 6-7 മാസത്തോളമായിട്ട് ഈ ആപ്പൊക്കെ യൂസ് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആകുന്ന സമയത്ത് ഇങ്ങനെ കളയും. ഏതെങ്കിലും ഉള്ള ആളായിട്ട് സംസാരിക്കും കേട്ടോ. ഇംഗ്ലീഷൊക്കെ എത്ര പൊട്ടത്തരാണെന്ന് വിളിച്ചറിയാലോ, യാതൊരു കുഴപ്പമില്ല, നമ്മൾ കളയാണോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നോക്കാം. ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ വെറുതെ സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഒരു യൂട്യൂബറാണ്, 100k സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വെറുതെ തള്ളിവിടാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആപ്പ് ആദ്യം എടുക്കട്ടെ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ മൊബൈൽ ഫോണിൽ നിന്നാണ്. മറ്റൊരു കാര്യം, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണ്. വീഡിയോ ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ അതെന്താ വെച്ചാൽ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമ്മളാണല്ലോ ഫസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോസിന് കണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വീഡിയോസാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും അവരൊന്ന് ക്ഷമിക്കുക. കാരണം ഇനി നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്ത വീഡിയോസ് ചെയ്ത് പോയിട്ടും വലിയ കാര്യമില്ല. കാരണം എന്താ പറയുക, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള എന്തെങ്കിലും ചെയ്യണം, എന്നാലേ നമുക്ക് ഇതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അതവിടെ നോക്കാൻ പോകുന്നത്. ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷാണ് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. എൻ്റെ ഇംഗ്ലീഷ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഞാനും കുറച്ച് നിങ്ങളെ പോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അടുത്ത വർഷം വരാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് എന്തിനൊക്കെ മാറ്റം വരണമല്ലോ, ഇങ്ങനെ പോയ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് ഇംഗ്ലീഷ് വീഡിയോസ് കാണുക, പിന്നെ അതേപോലെ സിനിമ കാണുന്ന സമയത്ത്, മൂവീസ് കാണുന്ന സമയത്ത് ഇംഗ്ലീഷ് മൂവീസ് കാണുക, നല്ല മൂവീസ് കേട്ടോ. പിന്നെ അതേപോലെ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുക, അങ്ങനെ ഒരുപാട് സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം ചെറുതും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കാം. ഈ ആപ്പിൻ്റെ പേര് ഓപ്പൺ ടാക്സ് എന്നാണ് പേര്. ഈ ആപ്പ് യൂസ് ചെയ്യാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ഈ സൗണ്ട് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്പ്. അപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കാൻ പോവാണ്. ഞാൻ ആദ്യം സംസാരിച്ചതിൽ എന്താ വെച്ചാൽ, ഫീമെയിലും കളയാം, മെയിലും കളയാം. സംഭവം എന്താ വെച്ചാൽ, ഫീമെയിലും കളയാണെങ്കിൽ പൈസ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏകദേശം 999 രൂപ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കട്ടെ. ആ രീതിയിലൊന്നും ആരും ഈ ആപ്പ് യൂസ് ചെയ്യണ്ട. ആ രീതിയിലൊക്കെ ആണെങ്കിൽ വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് ആണെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രീതിയിലല്ല, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആ രീതിയിൽ നമ്മൾ ഉപകാരപ്പെടും. അപ്പോൾ കാണിച്ചത് ഫ്രീ ആയിട്ട് ഉണ്ടെന്നുണ്ട്. അപ്പോൾ സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഏതോ ഒരാളെ കണക്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഇന്റർനെറ്റ് ചെറുതായിട്ട് സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. ആ കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ, ക്യാൻ യു ഹിയർ മീ? ഐ ആം ഫൈൻ. ഓക്കെ. ആൻഡ് യു? ഓക്കെ. വെർ ആർ യു ഫ്രം? Kerala, right? Yes. Yeah.
Definitely. Yes. Yes. Oh, welcome to Kerala, right? Actually, yeah. Mm-hmm. Yeah. Right. Okay, great. സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ ഇതേപോലെ ആരെയൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓരോട്ട് സംസാരിച്ചില്ല, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടി ഞാൻ സംസാരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ റെഡി ആവില്ല. അപ്പോൾ എന്താ ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഭാഗത്തുള്ള ഏതോ ഒരാൾ ഇപ്പോൾ നമ്മൾ കണക്റ്റ് ആയി. അത് സംഭവം എന്ന് വെച്ചാൽ ഈ ആപ്പ് അങ്ങനത്തെ ഒരു ആപ്പാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരാൾക്ക് നമ്മൾ സംസാരിക്കുകയാണ്. ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാം ഒക്കെ കൂടുതൽ ചിലപ്പോൾ ഇന്ത്യക്കാരെ കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ പുറത്തുള്ളവരൊക്കെ ഉണ്ടാവും. എന്താണ് നോക്കിയ സമയത്ത് സൊമാലിയിലുള്ള ഒരാൾ സംസാരിച്ചിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യത്തുള്ള ഒരാളുണ്ടാവും. പിന്നെ അതേപോലെ എനിക്ക് കുറച്ച് മുന്നായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂപ്പര് അദ്ദേഹത്തിൻ്റെ പേരെന്താ വെച്ചാൽ നാസിം ഖാൻ എന്നാണ് പേര്, പാകിസ്ഥാനിയാണ്. അങ്ങനെ പാകിസ്ഥാനിൽ ഒരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ എന്താ വെച്ചാൽ വാട്സപ്പ് നമ്പറൊക്കെ ഷെയർ ചെയ്തു. നമുക്ക് അടിപൊളിയായിട്ട് മൂപ്പര് അതേ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, നമ്മളാണ് ഒരു ഡെവലപ്പർ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ആവശ്യമുള്ള കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ അടുത്ത ആൾ സംസാരിച്ച് നോക്കാം. ഹലോ, ഇന്റർനെറ്റിന് ഇഷ്യൂ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നോക്കാം. ഹലോ, ഹൗ ആർ യു? Yeah, I am good. I'm fine. Where are you from? I am from Bangalore. Bangalore. Okay. Actually, I'm from Kerala. Yeah, right. Just introduce yourself. My name is Ankaya. Okay. I am from Andhra Pradesh. Okay. I did my post graduation. Present I am doing job. Okay. Great. Yeah. Yeah. Actually, my name is Usaid. I'm from Kerala. Currently, I'm studying to 12th standard. I'm a developer. I'm working to freelance work. Another side, I'm a YouTuber. Currently, I'm passing to 100k subscribers. Right? Yeah. Okay. Actually, I'm really interested into technology. Actually, my channel content is tech videos like how to make a robot, how to make a DIY projects. I'm really interested into technology. Right? Yeah. Yeah. Right. Please tell me. Hello. Yeah, tell me bro, what I am saying. Okay. Right. Yeah. And the side, I'm currently working to freelance work like making to web applications. I don't know, like I am background is become student, like I was related subject. I don't know like BTech. That's what developers Java. Oh, okay. Do you your background, right? Accounts field. Okay. Commerce, right? Commerce. Yes, right. Okay. Yeah. Currently, are you working, right? Yes. Yes. Okay. Actually, I'm applying to different job posts. I'm studying to 12th standard, but I'm continuously applying to different job posts. Front-end developer, back-end developer. Yeah. ഹലോ. അപ്പോൾ ആള് കട്ടായി പോയി. അപ്പോൾ എന്തായാലും സംഭവം ഇതാണ്, നമുക്ക് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. സംഭവം കോമഡിയാണ്. പിന്നെ അതേപോലെ ഇതിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാനുണ്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു ആപ്പ് ഉണ്ടായിട്ടുണ്ടോ, ആപ്പിൻ്റെ പേരെന്താ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ആപ്പിൽ ഗ്രൂപ്പ് ഉണ്ടായിക്കാണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ എന്താ പറയുക, ഫീമെയിലിന് കടയാൻ പറ്റും കേട്ടോ. കണ്ടോ, അതിന് പൈസ ഇടണം. കണ്ടോ, ഏകദേശം 990 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫീമെയിലിന് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ചിലർ മറ്റുള്ള രീതിയിലേക്ക് എടുക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടുത്ത ആൾക്ക് ആൾ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് സംഭവം അടിപൊളിയാണ്. സത്യമായി ഇതാണ്, അതായത് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആളെ കണക്റ്റ് ആവും, അവരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പൊട്ടത്തിലും വിളിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൈ നെയിം ഈസ് സുസൈദ്, ഐ ആം ഫ്രോം കേരള എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നേരം മൈ നെയിം ഈസ് സുസൈദ്
അങ്ങനെ ചിലപ്പോൾ കുറേ കാണും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെയാണ്, എനിക്ക് വലിയ അറിയുന്നില്ല, എന്നാലും ഇതേപോലെ വെറുതെ വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് റെഡി ആയി വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ആപ്പ് പരിചയപ്പെടുത്താനുപരിയായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആപ്പാണ്. ഓപ്പൺ ടാക്സ് എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെന്താ, പിന്നെ വീഡിയോസൊക്കെ എപ്പോഴും ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടന്റ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആ കണ്ടന്റ് ഇപ്പോൾ നമ്മൾ ടെക്നോളജിയിൽ നിന്ന് ഫുള്ളായി വന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ DIY വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ, അതിന് മുഴുവനായിട്ട് വന്നുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് കണ്ടന്റ് മാറ്റിയപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് എന്തെങ്കിലും സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ കണ്ടന്റ് മാറ്റാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് അല്ലാത്ത, ഐ മീൻ നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത വീഡിയോസ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിനൊരു മടുപ്പ് വരുമല്ലോ. അങ്ങനെ വന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ മടുപ്പ് വന്ന സമയത്ത് ഏകദേശം ഒരു 1 month ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാതെ. അത് നല്ലത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും സമയം ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ അതോടായിരുന്നു നമ്മൾ വീഡിയോസിന് കണ്ട് ചെറിയ രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അടുത്ത വീഡിയോസിലേക്കായിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഉള്ളായിരുന്നു. ഇതിന് നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.